ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ക്രാഫ്റ്റ് സപ്ലീസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡെസ്ക്. അപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ളത് കുറച്ച് പൗച്ചും എൻ്റെ പൗച്ചും കുറച്ച് പെന്നും പെൻസിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ആദ്യമൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് എൻ്റെ പൗച്ചാണ്. പിന്നെ അതേ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു യൂണിക്കോണിൻ്റെ പെന്ന്, ഈ ക്യൂട്ട് ബാഗ്, ഒരു ചെറിയ ബാഗാണ് അത്. പിന്നെ അങ്ങനെ കുറച്ച് ലബൂബുവിൻ്റെ പ്ലെയിൻ ബാഗ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണ്. പിന്നെ ഇതാണ് എൻ്റെ കുറച്ച് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസൊക്കെ ഉള്ളത്. ഫസ്റ്റിനായിട്ട് ഇതിൽ കുറേ കളേഴ്സാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ ഓരോന്ന് പുറത്തേക്ക് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കളേഴ്സ്. ഫസ്റ്റിനായിട്ടുള്ളത് ഈ ഒരു പെൻസിൽ കളറാണ്. ഇതിൽ 24 ഷെയ്ഡ്സ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ ഒരു മാർക്കേഴ്സാണ്. ഇതിൽ 10 കളറാണ് കേട്ടോ ഉള്ളത്. പിന്നെ ബ്രഷാണ് കേട്ടോ. ഇതിൽ പല ടൈപ്പും ബ്രഷുണ്ട്. പെയിൻറ്റിങ് ബ്രഷാണ്. പിന്നെ ഈ ഒരു ചെറിയ വാട്ടർ കളറാണ്. ഇതിൽ 24 ഷെയ്ഡ്സ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ ഒരു മെരുക് കളറാണ് കേട്ടോ. ഇതിൽ 12 കളേഴ്സാണുള്ളത്. പിന്നെ വാട്ടർ കളറാണ്. ഇത് എൻ്റെ ഒരു പഴയ വാട്ടർ കളറാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന വാട്ടർ കളറാണ്. പിന്നെ ഇതും ഒരു വാട്ടർ കളറാണ്. പിന്നെ കുറച്ച് സ്കെച്ചസാണ്. പിന്നെ കുറച്ച് മാർക്കർ, ഗ്ലിറ്റർ പെന്ന്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ ആക്രിലിക് കളേഴ്സാണ് കേട്ടോ. പിന്നെ ഇത് ഓയിൽ പേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ സ്ക്രാച്ച് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ച് വാട്ടർ കളേഴ്സാണ്. പിന്നെ ഇതൊരു 6 ഷെയ്ഡുള്ള ഒരു സ്കെച്ച് കളേഴ്സ്. പിന്നെ ഇത് വേറൊരു സ്കെച്ച് കളേഴ്സാണ് കേട്ടോ. ഇതിൽ 12 കളേഴ്സ് വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഷെയ്ഡ് കളേഴ്സാണ്. പിന്നെ ഇത് 12 ഷെയ്ഡ്സ് വരുന്ന കളർ പെൻസിലാണ്. ഇതിൻ്റെ കുറച്ച് സ്കെച്ചാണ് കേട്ടോ. ഇതൊരു കുഞ്ഞൊരു പെൻസിൽ കളേഴ്സാണ്. പിന്നെ ഇതൊരു ഓയിൽ പേസ്റ്റാണ്. ഇതിൽ 12 കളേഴ്സാണ് കേട്ടോ വരുന്നത്. ഇത് 2 ഹൈലൈറ്റേഴ്സാണ്. ഈ ഹൈലൈറ്ററിൽ 2 കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇത് സ്കെച്ചാണ്. ഇതും ഓയിൽ പേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് സ്കെച്ചാണ്. ഇത് ഡ്രോയിങ് പെൻസിലാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് അങ്ങനെ ഉപയോഗിക്കുന്ന കുറച്ച് കളേഴ്സാണ്. കുറച്ച് വാട്ടർ കളേഴ്സാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു പെൻസിൽ കളറും ഒരു സെറ്റാണ്. പിന്നെ ഇതൊരു പെയിൻറ്റിങ് കിറ്റാണ്.
ഇതിൽ ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ട്, നല്ല അടിപൊളി ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ട്. പിന്നെ ഒരു പെൻസിലുണ്ട്, പിന്നെ കളർ പെൻസിലുണ്ട്. ഈ കളർ പെൻസിൽ ഒരു പെൻസിലിൽ തന്നെ 2 കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഓയിൽ പേസ്റ്റാണ്, 12 കളേഴ്സ് വരുന്നൊരു ഓയിൽ പേസ്റ്റാണ്. പിന്നെ ഇത് ഗ്ലിറ്ററാണ് കേട്ടോ, 3 കളേഴ്സാണ് ഉള്ളത് ഗ്ലിറ്റർ. ഇത് സ്കെച്ചാണ് കേട്ടോ, ഇത് 12 കളേഴ്സാണ് വരുന്നത്. പിന്നെ ഇതൊരു വാട്ടർ കളറാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 199 രൂപയാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റിക്കേഴ്സാണ്, പല ടൈപ്പ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. യൂണിക്കോൺ ഉണ്ട്, ആംഗ്രി ബേർഡ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഇത് കുറച്ച് കവായ് സ്റ്റിക്കേഴ്സാണ്. ഇത് കുറേയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് സ്മൈലിൻ്റെ സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ ജേർണൽ ഡയറീസ് ആണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച കുറച്ച് ചോക്ലേറ്റ് കവേഴ്സാണ് കേട്ടോ. ഇത് OHP ഷീറ്റാണ് കേട്ടോ. ഇത് നോട്ട് പാഡ്സ് ആണ്. പിന്നെ കുറച്ച് ബുക്സാണ് എൻ്റെ കയ്യിലുള്ളത്. ഖദീജ, ഒലിവർ ട്വിസ്റ്റ്, അങ്ങനെ കുറച്ച് കഥ ബുക്കുകളൊക്കെ ഉണ്ട്. ഇതെൻ്റെ കളറിങ് ബുക്സാണ് കേട്ടോ. ഇത് വെജിറ്റബിൾസിൻ്റെ കളറിങ് ബുക്സാണ്. പിന്നെ ഇതും ഫ്രൂട്ട്സിൻ്റെ കളറിങ് ബുക്സാണ്. പിന്നെ ഇതിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉള്ളൊരു കളറിങ് ബുക്സാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഫ്രൂട്ട്സ് ആണെങ്കിൽ അപ്പുറത്ത് സൈഡിൽ വെജിറ്റബിൾസ് ആണ് കേട്ടോ. പിന്നെ ഇതിലെന്ന് പറഞ്ഞത് എൻ്റെ ഗ്ലൂ ഗണ്ണാണ്. ഇതാണ് എൻ്റെ ഗ്ലൂ ഗണ്ണ്. പിന്നെ ഇത് കുറച്ച് തെർമാക്കോൾ ബോൾസാണ് കേട്ടോ. പിന്നെ ഇതൊരു ചെറിയൊരു സ്റ്റേഷനറി സെറ്റാണ്.
ഇതിൽ സ്കെയില്, പെന്ന്, പെൻസില് അങ്ങനെ കുറച്ചുള്ള ഐറ്റംസാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു വൈറ്റ് ബോർഡാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്കൊരു മാർക്കറും അതേപോലെ തന്നെ അത് മായ്ക്കാനും വേണ്ടിയിട്ടുള്ളൊരു, പിന്നെ ഇത് കുറച്ച് ടേപ്സാണ് കേട്ടോ. ഇതൊക്കെ ഇത് മാസ്കിങ് ടേപ്പാണ്. അതേപോലെ തന്നെ ഇത് ഫ്ലോറൽ ടേപ്പാണ് കേട്ടോ. പിന്നെ ഇതിലെന്ന് പറയുന്നത് ഞാൻ കുറച്ച് പെന്ന്, പെൻസിൽ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ പെട്ടെന്ന് എനിക്ക് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഇട്ട് വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ വുളൻ ത്രെഡ്സാണ് കേട്ടോ. ഇതിൽ കുറച്ച് പല കളറും എൻ്റെ കയ്യിലുണ്ട്. കുറച്ചൊക്കെ ബ്ലാക്ക്, യെല്ലോ, വൈറ്റ്, ഗ്രീന് അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഇതെൻ്റെ പെൻസില്, ഷാർപ്പ്നർ, ഇറേസർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ്. പിന്നെ ഇത് ഷൂവിൻ്റെ പോലെയുള്ളൊരു ഷാർപ്പ്നറാണ്. പിന്നെ ഇത് യൂണിക്കോൺ പെൻസിലാണ് കേട്ടോ. നല്ല ക്യൂട്ട് പെൻസിലാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് ഒരു പെട്ടിയിലുള്ള ഒരു സ്യൂട്ട് കേസിലുള്ള കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസാണ്. ഇതിൽ ഫസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ബീഡ്സാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് ചോക്കാണ് കേട്ടോ, കളർ ചോക്സാണ് ഇത്. പിന്നെ A3 പേപ്പറാണ് കേട്ടോ. നമ്മുടെ ഒരു ക്യാൻവാസ് ഷീറ്റ് പോലത്തെ ഡ്രോയിങ്സിന് ഉപയോഗിക്കുന്ന ഒരു A3 പേപ്പേഴ്സാണ്. പിന്നെ ഇതിൻ്റെ പൗച്ചൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. ഇതൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു യൂണിക്കോൺ പൗച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഞാൻ ഒരു ഗ്ലൂവും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് ഗ്ലിറ്റേഴ്സ്, ബീഡ്സ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് എൻ്റെ പൗച്ചസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് തെർമാക്കോൾ ബോൾസ്, ഒരു പാലറ്റ് ഉണ്ട്, കുറച്ച് ബീഡ്സ് ഉണ്ട്. പിന്നെ ഈ ഫയലിൽ മൊത്തം എൻ്റെ പാറ്റേൺ പേപ്പേഴ്സ്, കളർ പേപ്പേഴ്സ് അങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ജേർണലിങ്ങിന് യൂസ് ചെയ്യുന്ന കുറച്ചൊരു പാറ്റേൺ പേപ്പേഴ്സാണ്. പിന്നെ ഇതിൽ കളർ പേപ്പേഴ്സാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഇത് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേപ്പേഴ്സാണ് ഇത്. യെല്ലോയും ഗ്രീനും ഈ കളേഴ്സുള്ള. പിന്നെ ഇതും ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസി ടൈപ്പ് പേപ്പേഴ്സാണ്. പിന്നെ ഇതൊക്കെ ക്രീപ്പ് പേപ്പേഴ്സാണ് കേട്ടോ. ഇതും നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പേപ്പേഴ്സാണ്. ഇതിൻ്റെ 3 കളേഴ്സാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഇത് കുറച്ച് നമ്മുടെ ഫ്ലോറൽ വയേഴ്സാണ്. പിന്നെ ഇതിനും എൻ്റെ കുറച്ച് കളർ പേപ്പേഴ്സ് അങ്ങനത്തെ ഐറ്റംസാണ്. പിന്നെ ഇതെൻ്റെ പാലറ്റൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ കുറച്ച് ജേർണലിങ്ങിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് വെച്ച കുറച്ച് പേപ്പേഴ്സാണ്, ഗ്ലിറ്റർ പേപ്പേഴ്സാണ്. പിന്നെ ഇതൊക്കെ ഹോം മെയ്ഡ് ജേർണൽ സപ്ലീസാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് ടിഷ്യൂസാണ്. പിന്നെ ഇതൊരു ലേസാണ്, ജേർണലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ലേസാണ്. അപ്പോൾ ഓക്കെ, ബൈ.